ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു GR Tech. സോ നമ്മൾ ലാസ്റ്റ് സെഷനകത്ത് നമ്മൾ കണ്ടായിരുന്നു കസ്റ്റമൈസ് ചെയ്ത് നമുക്കൊരു സിമ്പിൾ എങ്ങനെ ക്രിയേറ്റ് ആവുമെന്ന്. ഇനി നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ആക്കാൻ പോകുന്നത് കസ്റ്റമൈസ് ചെയ്തൊരു ഫുട് പ്രിൻ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഓരോ കോമ്പണൻസും എടുക്കുമ്പോൾ ആ ഒരു കോമ്പണൻസ് അല്ല ഒരു സർട്ടൺ ഡയമെൻഷനിലായിരിക്കും ഇരിക്കുന്നത് അല്ലേ. അതായത് ഈ ഒരു പർട്ടിക്കുലർ പാഡും ഈ ഒരു പാഡും നമ്മൾ ഡിസ്റ്റൻസ് കാണും അല്ലേ, ഇതും നമ്മൾ ഡിസ്റ്റൻസ് കാണും. ബാക്കി ആ ഇൻസുലേഷൻ ഇരിക്കുന്നൊരു ഭാഗം ഒരു പർട്ടിക്കുലർ ഡയമെൻഷനിലായിരിക്കും ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ പർട്ടിക്കുലർ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ആ ഒരു പർട്ടിക്കുലർ ICയുടെ അല്ലെങ്കിൽ ആ കോമ്പണൻസിൻ്റെ ഒക്കെ നമ്മൾ ഡാറ്റ ഷീറ്റ് റെഫർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഡാറ്റ ഷീറ്റ് അത് നമുക്കിങ്ങനെ കുറേ ഡയമെൻഷൻസും കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PCBക്കകത്ത് നമുക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്രയും സ്പേസ് കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഈ ഒരു പാഡിങ്ങിനകത്ത് നമുക്ക് അത്രയും സ്പേസ് കൊടുത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോമ്പണൻറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇൻ കേസ് നമുക്ക് ലൈബ്രറിക്കകത്ത് ആ ഒരു പർട്ടിക്കുലർ ഫുട് പ്രിൻ്റ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ ഒരു ഫയൽ എടുക്കുക, പുതിയത്, ആൻഡ് ഫുട് പ്രിൻ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ഒരു ഫുട് പ്രിൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഡാറ്റ ഷീറ്റാണ് റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ നമ്മൾ എടുക്കാൻ പോകുന്നത് AMS എന്ന് പറഞ്ഞ വോൾട്ടേജ് റെഗുലേറ്ററാണ്. ഓക്കെ, സോ അതിൻ്റെ നമുക്ക് ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് ഡയമെൻഷൻസ് വരുന്നത് ഒന്ന് ഈ മുകളിലത്തെ ഭാഗത്തെയാണ്. ഓക്കെ, അതിൻ്റെ മിനിമം ആൻഡ് മാക്സിമം ഡിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ഈ ഒരു അണ്ടർസ്കോർ ഇട്ടിട്ട് ഹൈഫൻ ഇട്ടിട്ട്. സോ ഇതിന് നമുക്ക് മാക്സിമം വാല്യൂ കാട്ടി കുറച്ചും കൂടെ നമ്മൾ കൂട്ടിയെടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക, ഇതിനകത്ത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കോമ്പണൻ്റ് ഇരിക്കുന്നത് കണ്ടോ, ഈ ഒരു പാഡിൻ്റെ അകത്താണ് ഇല്ലേ. അപ്പോൾ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഡയമെൻഷനിലങ്ങ് ഒതുങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് അധികം സ്പേസ് കിട്ടത്തില്ല. നമുക്ക് കുറച്ചും കൂടെ ഒരു ഫേം ആയിട്ടും കുറച്ച് ക്ലീൻ ആയിട്ടും ആ കോമ്പണൻ്റ് അവിടെ ഫിക്സ് ആക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അത് വിഡ്ത്ത് ഹൈറ്റും ഒക്കെ കൂട്ടി കൊടുക്കാനാണ്. ഓക്കെ, സോ അതിൻ്റെ സിമ്പിൾ വഴി എന്താണെന്ന് പറഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 1.5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റഫായിട്ട് അതിനകത്ത് കുറച്ചൊരു കൂട്ടിയെടുത്താലും ഒരു എസ്റ്റിമേറ്റ് നമ്മുടെ കസ്റ്റമൈസേഷന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇത് ഡാറ്റ ഷീറ്റ് റിഫർ ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു റെക്റ്റാങ്കിളും പിന്നെ ഈ ഒരു ഏരിയയും പിന്നെ ഈ 3 എണ്ണമാണ്. കാരണം നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ IC ഞാൻ ഇപ്പോൾ ഇത് കണ്ടായിരുന്നു, ഈ ICയുടെ ഇത് കണ്ടോ, നമുക്കിതിനകത്ത് ഈ ഒരു ഭാഗം പാഡിങ് ഉള്ളത്, പിന്നെ ഈ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ ഇത്ര ഏരിയ അത് പാഡ് ടച്ച് ചെയ്യാറില്ല നമ്മുടെ കോമ്പണൻ്റ്. നിങ്ങൾക്ക് 3D നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായി കാണും. ശരി, സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രമേ ടച്ച് ചെയ്യുന്നത്. സ്റ്റിൽ നമ്മൾ അത്ര നീറ്റിയാണ് നമ്മൾ വരയ്ക്കുന്നത്, കാരണം കുറച്ചും കൂടെ അതിനകത്ത് ഫേംലി ഇരിക്കാൻ വേണ്ടി. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, നമുക്ക് ആദ്യം ഒരു പർട്ടിക്കുലർ ഭാഗം എടുക്കാം. നമുക്ക് ടോപ്പ് ഭാഗം എടുക്കാം. ഓക്കെ, ഈ ഒരു ടോപ്പ് ഭാഗത്തിൻ്റെ 6.706 ആണ് നമുക്ക് ഈ ടോട്ടൽ ഈ റെക്റ്റാങ്കിൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് ഭാഗത്തിന് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഏകദേശം 3.15 എന്ന് പറഞ്ഞിട്ടാണ് മാക്സിമം. ഓക്കെ, അപ്പോൾ നമുക്കത് 3.55 ആയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫുട് പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുക, പാഡ് സെലക്ട് ചെയ്യുക, ഇവിടെ കൊണ്ടുപോയി വയ്ക്കുക. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ലെയർ നമ്മൾ ടോപ്പ് ലെയർ ആക്കുക, കാരണം SMD ആയതുകൊണ്ട്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഇനിയും ഇതിൻ്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിഡ്ത്ത് എത്ര കണ്ടുപിടിച്ചത് 3.1 എന്നായിരുന്നു, നമ്മളൊരു 3.55 എടുക്കുകയാണ്. ഓക്കെ, സോ ഇതിനാൽ ഷേപ്പ് മാറ്റിയില്ല, ഷേപ്പ് നമുക്ക് മാറ്റണം, റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ 3.55 നമ്മൾ എടുക്കുന്നത് വിഡ്ത്ത്. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ വിഡ്ത്ത് കാണുന്നത് 3.15 ആയിരുന്നു, ഞാൻ 3.55 എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അല്ലാതെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാനൊരു മെഷർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു 3.55 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് വരുന്നത് 2.54 ആണ്. ഓക്കെ, സോ നമുക്ക് അത് ഡാറ്റ ഷീറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വാല്യൂസ് അവിടെ നിന്ന് വരുന്നതെന്നൊക്കെ. ഓക്കെ, 2.54 ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് 2.54 നമുക്ക് വിഡ്ത്തും കൂടെ എടുക്കാം, ഹൈറ്റും കൂടെ എടുക്കാം, 2.54. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു മുകളിലത്തെ ഭാഗമായിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് ആ താഴത്തെ 3 ലെഗ്സ് ആണ്. സോ അതിന് വേണ്ടി സെയിം സ്റ്റെപ്പാണ്, നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ പുതിയൊരു പാഡ് എടുക്കുക ഇവിടുന്ന്. ഓക്കെ, എന്നിട്ട് ഇവിടെ കൊണ്ട് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം.
ഇവിടെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഡയമെൻഷൻ കാര്യമൊക്കെ എവിടെ നിന്നാണ്. ഇത് തമ്മിലുള്ള റെഫറൻസ് എത്ര 2.29 ആണ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിനുള്ള ഡിസ്റ്റൻസ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. പിന്നെ എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും 1.04 ആണെന്ന്. ഓക്കെ, സോ നമുക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിതെല്ലാം മെഷറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരുന്നത് 1.016 ആണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇതൊക്കെ ആ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് 0.31 mm എന്നാണെന്നും, പിന്നെ നമുക്ക് ഇതോട്ട് പോകുമ്പോൾ ഇതിലുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള ഡിസ്റ്റൻസും ഒക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ ഞാനത് ഓൾറെഡി ഇവിടെ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് ഞാനിവിടെ ഡയറക്റ്റ്ലി അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് 1.016. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1.016 എന്ന് പറഞ്ഞ വിട്ടെടുത്തു. ആൻഡ് ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഹൈറ്റ് വന്നത് 2.54 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു വേറെ ഡയഗ്രാം കൂടെയാണ്. ജസ്റ്റ് സിമിലർ ഒരു വെബ്സൈറ്റിന് അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ നിങ്ങളിത് ഓരോന്ന് സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതാണ്ട് 2.54 എന്നൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനൊരു ഹൈറ്റും കൂടെ നമുക്ക് 2.54 ഓൾറെഡി ഡിഫോൾട്ടായി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് 3 എണ്ണമാണ് വേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങളൊരു റെഫറൻസ് കണ്ടായിരുന്നു. ഈ റെഫറൻസ് തമ്മിൽ 2.29 ആണ് വ്യത്യാസം സെൻറ്ററിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഞാനിത് സെൻറ്ററിൽ നിന്ന് 2.29 പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ 0 കൊണ്ടുവയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 2.29 എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. കുറച്ചും കൂടി ഇത് താഴോട്ടാക്കുക. ഏകദേശം ഈ ഒരു ഹൈറ്റിൽ വന്നു. ഓക്കെ, അപ്പോൾ ബാക്കി അതുപോലെ നമുക്ക് ഒരെണ്ണം കൂടെ കോപ്പി പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ വായിച്ചു നോക്കി 2.29 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും നമ്മൾ 2.29 ആയിരിക്കുമല്ലോ, മനസ്സിലായി. അപ്പം ഏകദേശം 9918 4.58 ഏകദേശം അടുത്ത് വരും. ഓക്കെ, അപ്പോൾ ഏകദേശം 4.58 നമ്മൾ സെൻറ്ററിൽ കൊണ്ടുവച്ചു. ഓക്കെ, ഇതെല്ലാം കൂടെ നമ്മൾ താഴോട്ടാക്കുക. എന്നിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ ആ റെക്റ്റാങ്കിളിന് വേണ്ടി ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. 6.71 3.71. ഓക്കെ, അപ്പോൾ അത് നോക്കുക. 6.71 3.71. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈ ഒരു ഇത് വെച്ചിട്ട് മെഷർമെൻറ്റ് വെച്ചിട്ട് എല്ലാ ഡിസ്റ്റൻസും നിങ്ങൾ മെഷർ ചെയ്യണം. ഓക്കെ, ഈ തന്നെങ്കിൽ ഡിസ്റ്റൻസ്, അപ്പോൾ ഇതെല്ലാം മെഷർ ചെയ്തിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഒരു പൊസിഷനിൽ നമുക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാതെ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ മെഷറിങ് സംഭവം എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്കിത് മെഷർ ചെയ്യണമെങ്കിൽ ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാം. ഓക്കെ, 2.29 കറക്റ്റായിരുന്നു. ഇനി നമ്മളിത് തമ്മിലുള്ള ഒരു മെഷർമെൻറ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഏകദേശം 3 പോയിൻറ്റ് അടുത്ത് വരുന്നുണ്ട്. സോറി, ഓക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനിയും ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് നോക്കണം. ഓക്കെ, അത് നമുക്ക് എത്ര വന്നിരുന്നത്, അതുപോലെ കൊടുത്തിരുന്നത് എത്രയായിരുന്നു, 1.04 mm എന്നായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കുക, 1.04 mm ആയിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ ഏകദേശം 1.01 ആണ്. നമുക്ക് 1.04 ഏകദേശം ആ റേഞ്ചിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് സേവ് ചെയ്യുക. എന്നിട്ട് പറയാം AMS എന്താണ് അതിൻ്റെ പേര് 117 3.3 വോൾട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങളിനി പുതിയ ലൈബ്രറി എടുക്കുമ്പോൾ അവിടെ വർക്ക് സ്പേസിൽ ഫുട് പ്രിൻ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇത് കാണാൻ പറ്റും. ഓക്കെ.
ഇങ്ങനെയാണ് നമ്മൾ ഒരു പുതിയ ഒരു ഫുട് പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം, നമ്മളെല്ലാം ഡിസ്കസ് ആക്കുന്നതാണ്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.